ട്രിങ്കു ആ മോട്ടർ ഒന്ന് ഓഫ് ചെയ്തേ. നിങ്ങൾ നേരം വെളുത്ത ഇരുട്ടും വരെ ചെടിയും നനച്ചിങ്ങനെ നിന്നോ. ഇവിടെ നടക്കുന്നതെന്നൊന്നും അറിയണ്ട. എന്താ എന്ത് പറ്റി? ഇത് നോക്കിക്കേ. ആരാ ഇത്? ഇത് നമ്മുടെ മോള്. അവളെന്താ ഇവിടെ? അതെനിക്കിങ്ങനെ അറിയാം. അവളുടെ അടുത്ത് ചോദിക്കണം. അവളെ വിളിക്ക്. ട്രിങ്കു. എന്താ അച്ഛാ? ആരാ ഇത്? ആരാത്? അത് എൻ്റെ കൂടെ കോളേജിൽ പഠിക്കുന്നതാ അച്ഛാ. അവരെ നീ തമ്മിൽ എന്നാ ബന്ധം? അവന് നമ്മി കുറച്ച് നാളായിട്ട് ഇഷ്ടത്തിലാണ്. ഇഷ്ടത്തിലോ? അവൻ ഏത് ഫാമിലിയിലുള്ളതാണ്? അവൻ്റെ പേര് സർക്കിൾ എന്നാ അമ്മേ. സർക്കിളോ? അതെങ്ങനെ ശരിയാവും? അവൻ വേറെ ഫാമിലിയിലുള്ളതല്ലേ? നമുക്ക് ആംഗിൾസും സൈഡ്സും വേർട്ടിസെക്സും ഒക്കെ ഇല്ലേ? അവർക്ക് അതൊക്കെ ഉണ്ടോ? അതിനിപ്പോ എന്താ? അവർക്കതൊന്നും ഇല്ലല്ലോ. പിന്നെ എന്ത് ധൈര്യത്തിലാ സ്നേഹിച്ചത് നീ? അതില്ലെങ്കിൽ അതെങ്ങനെ ശരിയാകും? നമ്മൾ ക്ലോസ്ഡ് ഫിഗേഴ്സ് അല്ലേ, 2D ഫിഗേഴ്സ് അല്ലേ? അതിനിപ്പോ എന്താ? എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഫാമിലിയിലെ ഡെക്കഗൺ, ഒക്ടഗൺ, ഹെപ്റ്റഗൺ ഒക്കെ ഇല്ലേ? അവരോടൊക്കെ ഞാൻ ഇനിയിപ്പോ എന്താ പറയാ? നമ്മുടെ ഫാമിലിയിലെ ഡെക്കാൻസ് എന്നൊക്കെ പറഞ്ഞാല് എന്താ സർക്കിൾസിനെ പോലെയല്ലേ? എന്തൊക്കെ പറഞ്ഞാലും എന്റെ ട്രിങ്കു, ഞാൻ ഇതിന് സമ്മതിക്കത്തില്ല. സർക്കിൾ കുടുംബത്തിലെ ആരെയും ഈ വീട്ടിലോട്ട് ഞാൻ കേട്ടില്ല. എനിക്ക് അവനെ ഒന്നും പറയണ്ട. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിന് സമ്മതിക്കില്ല. സർക്കിൾ കുടുംബം ഇവിടെ കയറാൻ പറ്റില്ല. ഹലോ സർക്കു, നീ എവിടെയാ? എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഇവിടെ ആകെ സീനാണ്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നെ നാളെ കണ്ടേ പറ്റത്തുള്ളൂ. ശരി, ഞാൻ വെക്കുവാണേ. ഹായ് ലുബി, എന്താ ഇവിടെ നിക്കണേ? ഒന്നുമില്ലടാ. നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു ഇത്ര നേരം? എത്ര വട്ടം വിളിച്ചു നിന്നെ? ഞാൻ കൂട്ടുകാരായിട്ട് നിൽക്കും. എന്താ പ്രശ്നം? ഒന്നും പറയണ്ട. ഇന്നലെ നമ്മൾ കറങ്ങാൻ പോയത് ബസ് സ്റ്റോപ്പിൽ നിന്ന് ആരോ വീഡിയോ എടുത്ത് വീട്ടിൽ അയച്ചു കൊടുത്തു. ഇതൊക്കെ ആരാ? എനിക്കറിയത്തില്ല ഇതൊക്കെ ആരാന്ന്. എന്നിട്ടിപ്പോ എന്തായി? വീട്ടിൽ ആകെപ്പാട് പ്രശ്നമായി. എന്തൊക്കെ പുകിലാന്നറിയാമോ? എനിക്കറിയത്തില്ല എന്ത് ചെയ്യണോന്ന്. നീ ഇപ്പൊ നിക്ക്. ഞാൻ എന്ത് ചെയ്യണോന്ന് നീ പറയുന്നേ? ആദ്യം നീ സമാധാനപ്പെട്. എങ്ങനെ സമാധാനപ്പെടാനെന്നാ? ഞാൻ വരട്ടെ എന്ന് ചോദിച്ചേല്ലേ? നീ അല്ലേ വേണ്ടാന്ന് പറഞ്ഞേ? നീ എന്തെങ്കിലുമൊക്കെ ചെയ്യൊന്ന്. നമുക്ക് സെറ്റ് ആക്കാം. നീ വന്നാ നമുക്ക് ചായ കുടിക്കാൻ പോവാം. അമ്മേ. ഓ, നീ ഇന്ന് നേരത്തെ ആണല്ലോടാ. അത് കോളേജിലൊരു പ്രശ്നം. എന്ത് പ്രശ്നം? ഞാനും എന്റെ കോളേജിലൊരു കൊച്ചുമ ഇഷ്ടത്തിലാ. അതാരാ? എന്റെ ജൂനിയർ ആയിട്ട് പഠിക്കുന്ന കുട്ടിയാ. ആളാരാ? അമ്മയ്ക്ക് പറഞ്ഞ അറിയും. നീ പറഞ്ഞാലല്ലേ എനിക്കറിയാവോ ആരാന്ന്. പോളിഗൺ കുടുംബത്തിലെയാ. നീ ഇത് എന്തറിഞ്ഞിട്ടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നീ നമ്മുടെ കുടുംബത്തിനെ പറ്റി ഓർത്തോ? പോളിഗൺ ഫാമിലിയിലെ ഒരു കുട്ടിയെ നമുക്ക് ഈ വീട്ടിലേക്ക് കയറ്റാൻ പറ്റുമോ? നീ എന്താലോചിച്ചിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പ്രേമത്തിന് കണ്ണുമുക്കും കയ്യും കാലും ഉണ്ട്. പ്രേമത്തിന് കണ്ണുമൂക്കും ഉണ്ടോ എന്നുള്ളതല്ല, നീ നമ്മുടെ കുടുംബത്തിനെ പറ്റി ചിന്തിച്ചു. അവളെ നമ്മുടെ വീട്ടിൽ കയറ്റാൻ പറ്റും. എന്തുകൊണ്ട് കയറ്റിക്കൂടാന്നോ? നമ്മൾ സർക്കിൾ ഫാമിലിയാണ്. നമുക്ക് എല്ലാത്തിനും കൃത്യമായിട്ടൊരു ആരമുണ്ട്, കൃത്യമായിട്ടൊരു കേന്ദ്രമുണ്ട്. അത് എന്തെങ്കിലും അവർക്കുണ്ടോ? അവർക്ക് ആംഗിൾസ് ഒക്കെ ഇല്ലേ? അവർക്ക് സൈഡ്സ് ഉണ്ട്, ആംഗിൾസ് ഉണ്ട്. ശരിയാണ്, അതൊന്നും നമുക്കില്ല. അത് തന്നെയാണ് അവരും നമ്മളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. അമ്മയ്ക്ക് ഇതിപ്പോ സമ്മതിക്കാൻ പറ്റൂല്ലേ? എനിക്കിത് സമ്മതിക്കാൻ പറ്റില്ല. സർക്കു, നീ ഇത് മനസ്സിലാക്ക്. പോളിഗൺ ഫാമിലിയിൽ നിന്ന് ഒരു കുട്ടി ഇവിടെ കയറ്റാൻ പറ്റില്ല. നമ്മളും പോളിഗൺ ഫാമിലിയും തമ്മിൽ എത്ര ദൂരത്തിലാ നിൽക്കുന്നത്. നീ അതൊന്നും പറ്റൂല്ലേ? അത് മാത്രം എനിക്ക് പറ്റില്ല. എന്നാ വേണ്ട. ശരി. നടക്കങ്ങോട്ട്. എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? ഞങ്ങളുടെ മോളും നിങ്ങളുടെ മോനും തമ്മിലുള്ള ബന്ധം നടക്കത്തില്ല. ഞങ്ങൾക്ക് ഒരു താല്പര്യവും ഇല്ല. ഞങ്ങൾക്ക് ഈ കല്യാണത്തിന് ഒരു താല്പര്യം ഇല്ല. ഇവന് ഇവിടെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഇവനോട് പറഞ്ഞത് ഈ ബന്ധം ഇവിടെ വെച്ച് നിർത്താൻ. ഞങ്ങൾക്ക് ഈ കുട്ടി ഇവിടെ ചേരില്ല എന്ന് നമുക്കും അറിയാം. അതാ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ ഒരിക്കലും ചെറിയ ഞങ്ങൾ പോളിഗൺ കുടുംബവും ഇവര് സർക്കിൾ കുടുംബവുമാണ്. നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇതിലെ രണ്ട് കുട്ടികൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഇത് ചേരില്ലെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ല. പോളിഗൺ കുടുംബവും സർക്കിൾ കുടുംബവും ജിയോമെട്രി എന്ന വലിയ കുടുംബത്തിലെ അംഗങ്ങളാണ്. നിങ്ങൾക്കത് അറിയില്ലായിരിക്കാം. പണ്ടെന്നോ ആരോ പറഞ്ഞ തെറ്റിദ്ധാരണ മൂലമാണ് ഈ കുടുംബങ്ങൾ തമ്മിൽ അകന്നു പോയത്. ഇത് നിങ്ങൾ തർക്കിക്കാതെ എൻ്റെ അഭിപ്രായത്തിൽ
ഈ കുഞ്ഞുങ്ങളെ തമ്മിൽ ഒരുമിക്കണം എൻ്റെ അഭിപ്രായം. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ആ ജോമെട്രി കുടുംബത്തിലെ അല്ലേ, ഞാനായിട്ട് ഇനി തടസ്സം നിൽക്കുന്നില്ല. ആ എന്നാ ഞാനും തടസ്സം നിൽക്കുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം നടക്കട്ടെ.